നീ എപ്പോ വന്നു? നീ എന്നെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരുന്നപ്പോ തന്നെ ഞാൻ ആരെയും എന്റെ താളത്തിനനുസരിച്ച് തുള്ളിക്കുന്നില്ല. നീ ഫ്രീ ആണ്, എവിടെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും പോകാലോ. ഐ എം സോറി. വാട്ട് സോറി? നിനക്കൊരു ബോധമില്ല തനു. ഞാൻ ഈ കോൺസെർട്ടിന്റെ കാര്യത്തിൽ എത്രത്തോളം ബിസിയാണെന്ന് അറിയോ? എന്നിട്ടും ഞാൻ നിന്നെ സഹായിക്കാൻ നോക്കുക. അപ്പോഴും നീ ചെയ്യുന്നതോ എന്റെ കുറ്റം പറയുന്നു. എന്തൊരു സ്വഭാവോ തനു? അതെ, ഞാൻ സോറി പറഞ്ഞല്ലോ. പിന്നെന്താ, രാവിലെ മുതൽ എത്ര സ്ട്രെസ്സിലാണ് ഇവിടെ നിന്നെ വെയിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഇത്ര ടെൻഷനിൽ ആരും എന്ത് വേണേലും പറയും. എന്ത് കാര്യത്തിലാണ് നിനക്ക് ഇത്ര സ്ട്രെസ്? അത് ഞാൻ പറഞ്ഞില്ലേ, ആ ബ്ലാക്ക് മെയിലറുടെ കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ട്. എല്ലാവരുടെ മുന്നിൽ അയാൾ ഇത് റിവീൽ ചെയ്താൽ എനിക്കൊന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയില്ല. അതിനിപ്പോ നീ എന്താ ചെയ്തേ? തെളിവുകൾ കൊണ്ടുവന്ന് പേടിപ്പിക്കാനും മാത്രം? ഇല്ല, അത് ഞാൻ പറഞ്ഞതല്ലേ. ആ ബ്ലാക്ക് മെയിലറുടെ കയ്യിൽ എന്റെ മോർ പിക്ചേഴ്സ് ഉണ്ടെങ്കിലോ ഒന്നും ചെയ്യാതെ തന്നെ വെറുതെ എനിക്ക് പേരുദോഷം ഉണ്ടാവും. മതി. എനിക്കിതിലൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല. നീ എന്ത് ചെയ്തു, അയാളുടെ കയ്യിൽ എന്ത് തെളിവാ ഉള്ളത്? ഞാൻ നിന്നെ സഹായിക്കുന്നത് അദ്ദേഹത്തിന് ഒരു പേരുദോഷം വരാതിരിക്കാനും ഫ്യൂച്ചറിൽ എനിക്ക് ലോസ് ഉണ്ടാവാതിരിക്കാനോ? പിന്നെ നിനക്ക് ആ ബ്ലാക്ക് മെയിലറുടെ ഫോൺ എങ്ങനെ വന്നോ? എപ്പോ കാണാം, എവിടെ വെച്ച് കാണാന്നൊക്കെ? ഇതുവരെ എനിക്കൊരു ഫോണും വന്നിട്ടില്ല. വന്നാ ഞാൻ പറയാലോ. നീ എന്തിനാ ഇത്ര ടെൻഷൻ ആവുന്നേ? എന്തെങ്കിലും മെസ്സേജ്? ഇല്ലാന്ന് പറഞ്ഞല്ലോ. നിനക്ക് എന്താ കണ്ടൂടെ? ഇത്രയും വലിയ കോൺസെർട്ട് നടക്കാൻ പോകുന്നു, ഇതുവരെ ഷോ തുടങ്ങിയിട്ടില്ല. ഞാൻ ആകെ ടെൻഷനില്ല. അതിനിടയില് പ്രിയ നോക്ക്, ചിലപ്പോ അയാളുടെ ഫോൺ ആവും. വേഗം എടുക്ക. ആണെന്നാ തോന്നുന്നു. പ്രൈവറ്റ് നമ്പർ. ഹലോ, പൈസയുടെ കാര്യം റെഡിയായോ? കൺസേർട്ട് നടക്കുന്ന സ്ഥലത്ത് ഞാൻ അരമണിക്കൂറിനുള്ളിൽ എത്തും. നിങ്ങൾ അവിടെ കാണുമല്ലോ അല്ലേ? നിങ്ങളിവിടെ എത്തിയിട്ട് എന്നെ വിളിച്ചാ മതി. അയാൾ എന്തു പറഞ്ഞു? അരമണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തുമെന്നാ പറയുന്നത്. ഇവിടെ തന്നെ മതിയോ അതോ സ്ഥലം ഇവിടെ വേണ്ട, ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. തനു എന്തിനാ ഇത്ര പേടിക്കുന്നേ? ഇത്രയധികം ആളുകളില്ലേ ഇവിടെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ സെക്യൂരിറ്റി ഇല്ലേ? ആരെങ്കിലും നിന്നെ സഹായിക്കാതിരിക്കോ? ഐ നോ, പക്ഷെ ഇവിടെ കുറച്ച് റിസ്ക് ആണ്. ആരും ശ്രദ്ധിക്കാത്തൊരു സ്ഥലമാവുമ്പോ അതാവും നന്നാവുക. എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത കാര്യം തനു എന്തിനാ ഇങ്ങനെ പേടിക്കുന്നതെന്ന്. ശരി, നീ നിന്റെ ബാഗ് എടുത്തിട്ടില്ലേ? ബാഗ് എവിടെയെന്ന്? പിന്നെ പൈസ എവിടെ നീ വെച്ചിരിക്കുന്നത്? പൈസ എടുത്തിട്ടില്ലേ? അതെ, ഒരു സെക്കൻഡ്. ഇനി നീ അവസാന നിമിഷം എന്നോട് പൈസ കൊടുക്കാൻ പറയാനുള്ള എന്തെങ്കിലും പ്ലാനിലാണോ? എന്നാലേ ഒറ്റ പൈസ ഞാൻ തരില്ല ഇതുപോലുള്ള കാര്യങ്ങൾക്കായിട്ട്. ഞാൻ നിന്നോട് പൈസ ഒന്നും ചോദിച്ചില്ല. പൈസയുടെ അറേഞ്ച്മെന്റ് ആയി കഴിഞ്ഞു. ഒരാൾ പൈസ കൊണ്ടുവരുന്നുണ്ട്. മുഴുവൻ സമയം എനിക്ക് ബാഗും കയ്യിൽ വെച്ച് നടക്കാൻ പറ്റുമോ? ശരി, പൈസ കൊണ്ടുവരുന്നത് ആരായാലും അരമണിക്കൂറിനകത്ത് എത്താൻ പറയണം. അതുവരെ പ്ലീസ് എന്നിങ്ങനെ ശല്യം ചെയ്യരുത്. ഒരുപാട് ജോലിയുണ്ട് എനിക്ക്. എന്താ റോണി, ആരെങ്കിലും കണ്ടായിരുന്നോ നീ? ഇല്ല, ആരെയും കണ്ടില്ല. What's up, Mumbai? You guys miss me? I missed you guys. And it's good to be back. I'm sorry, I'm late. പക്ഷേ തെറ്റ് എൻ്റെ അല്ല, തെറ്റ് എൻ്റെ ബോസിൻ്റെയാണ്. അവരെന്നെ ഒരുപാട് ലോങ് വഴിയിലൂടെയാണ് കൊണ്ടുവന്നത്. അതിനുശേഷം ബാക്കിയെല്ലാം വളരെ പതുക്കെയാണ് ചെയ്തു തീർത്തത്. അതും പോരാഞ്ഞിട്ട് അവരെൻ്റെ ഫേവറേറ്റ് ഗിറ്റാർ ഒളിപ്പിച്ചു വെച്ചു. ഇനി നിങ്ങൾ തന്നെ പറയൂ, ഏതെങ്കിലും ഒരു റോക്ക് സ്റ്റാറിന് അവരുടെ ഫേവറേറ്റ് ഗിറ്റാർ ഇല്ലാതെ പെർഫോം ചെയ്യാൻ പറ്റുമോ? Nevertheless, it's good to be back. What are you guys waiting for? Hit it! ഇടിച്ചും കൊണ്ട് കള്ളൊക്കെ മടിച്ചൊന്ന് പുള്ളിക്കും നോട്ടം നോക്കിട്ടോടി പോകാതെ
കളിപ്പെണ്ണേ നീ തഞ്ചത്തിൽ ആരാധി പൊന്നല്ലേ മുത്തല്ലേ പഞ്ചായത്ത് കൊല്ലാതിരി വേണം ചുമ്മാ വായ്ത്താരി വീട്ടാതിരി നിന്നതും കണ്ണിൽ കണ്ണ് നിന്നാമെന്ന് മുന്തിരിക്കുന്ന പെണ്ണെ തൂവിപ്പോകാതെ മുത്തം വെക്കാൻ കെട്ടിപ്പിടിച്ചും കൊണ്ട് കള്ളക്കണ്ണോടിപ്പോകാതെ ഉല്ലാസമായി സംഗീതമായി സല്ലാപമായി പൂന്തോപ്പിലെ പൂമ്പാത്തയായി മാറാമിലേ പൂക്കളിൽ തെന്നി തെന്നി തൂമഞ്ഞു തുള്ളി തുള്ളി ചെമ്മുകിൽ തേരിൽ കയറി പാടിപ്പോകാലോ. അച്ഛമ്മേ അച്ഛമ്മേ നോക്ക്, ആന്റിക്ക് എന്തോ പറ്റി. ആന്റി ഒരുപാട് ടെൻഷൻ ആവുന്നുണ്ടല്ലോ. ആന്റിക്ക് ആരെയോ മനസ്സിലായെന്ന് തോന്നുന്നു. അച്ഛമ്മേ ഞാനിപ്പോ വരാം. അവൻ പറഞ്ഞതാണല്ലോ ഫോൺ വിളിച്ച് സംസാരിക്കാൻ. ഇവനെ ഞാൻ എന്ത് ചെയ്യണം? ഈ സമയത്ത് ഫോൺ എടുക്കില്ല. യൂസ്ലെസ്, ഷെയിംലെസ്, തേർഡ് ക്ലാസ് വ്യക്തിയാ. എന്റെ ലൈഫിൽ എങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല. എപ്പോഴും എന്നെ പറയും, പക്ഷെ ഇന്ന് ഇവൻ തന്നെ എന്റെ പ്ലാൻ കൊളാക്കും. Who are you? നിനക്കെന്താ വട്ടാണോ? നീ ഇങ്ങനെ നിലവിളിച്ചാ നമ്മൾ പിടിക്കപ്പെടും. വട്ട എനിക്കല്ല, നിനക്കാ. എനിക്കെങ്ങനെ അറിയാം നീ പർദ്ദ ഇട്ട് വരുമെന്ന്? നിന്റെ തലയിൽ നെയിൻ ബോർഡ് വല്ലതും ഉണ്ടോ? പിന്നെ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് മറന്നു പോവാണ് നീ. പിന്നെന്ത് ചെയ്യാനാ? നീ ഇവിടുത്തെ ക്രൗഡ് കണ്ടോ? എല്ലാ മൂലകളിലും ക്യാമറയുണ്ട്. ഏതിന്നൊക്കെ എനിക്ക് ഒളിക്കാൻ പറ്റും? ശരി, ഞാൻ വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കാത്തെ? ഞാൻ നിന്നെ കണ്ടായിരുന്നു, അതുകൊണ്ട് നേരിട്ട് വന്ന് സംസാരിക്കുന്നു വിചാരിച്ചത്. അതാ ഫോൺ എടുക്കാഞ്ഞേ. നീ ഇത് പറ, പ്രീ എന്തെങ്കിലും പറഞ്ഞോ? ബ്ലാക്ക് മെയിലർ അവളോട് എന്തെങ്കിലും സംസാരിച്ചോ? എന്റെ മുന്നിൽ വെച്ചാ പ്രിയക്ക് ബ്ലാക്ക് മെയിലറിന്റെ ഫോൺ വന്നത്. അരമണിക്കൂറിലൂടെ എത്തുമെന്ന് പറഞ്ഞു. പൈസ റെഡിയാക്കാനും അയാൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഭ്രാന്തിയെ പോലെ നിന്നെ തെരഞ്ഞു നടന്ന്. ഇപ്പൊ കണ്ടല്ലോ. ഇനി പറ, ബ്ലാക്ക് മെയിലർ എവിടെ വെച്ച് കാണും? അത് ഇതുവരെ ഡിസൈഡ് ചെയ്തില്ല. പ്രിയ പറഞ്ഞു അയാൾ ഇവിടെ എത്തിയിട്ട് ഡിസൈഡ് ചെയ്താൽ മതിയെന്ന്. ബട്ട് ഐ തിങ്ക് സ്റ്റേജിന്റെ പുറകിൽ വെച്ച് തന്നെ കാണുന്നത് നല്ലത്. ഞാൻ പ്രിയോട് ഫോൺ ചെയ്ത് പറയാം. അയാൾ വിളിച്ചാൽ അവിടെ തന്നെ വരാൻ പറയാം. അവിടെ വേണ്ട, എനിക്ക് നല്ലൊരു സ്ഥലം അറിയാം. അവിടെ ആകുമ്പോൾ ഒരു അപകടം ഉണ്ടാവില്ല. പ്ലീസ് നിഖിൽ, യു നോ വാട്ട്, നീ ഇടപെടണ്ട. നീ അവസാന നിമിഷത്തിൽ പ്ലാൻ ചേഞ്ച് ചെയ്ത് പ്രോബ്ലം ഇല്ലാത്ത സ്ഥലത്ത് നീ പ്രോബ്ലം ഉണ്ടാക്കി വെക്കും. ആൻഡ് പ്ലീസ്, ഇത്തവണ ഞാൻ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറല്ല. ഒരു ചേഞ്ചും വരുത്താൻ ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. ഒരു റിസ്കും ഇല്ല. പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാൻ ഇതിൽ ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്. ആൻഡ് ദ പ്ലാൻ ഇസ് ഗുഡ്. ഞാൻ പറയുന്നത് കേക്ക്. നീ എന്തായാലും പ്രിയയോട് പറ, ആ ബ്ലാക്ക് മെയിലറിനോട് വാനിറ്റി വാനിലേക്ക് വരാൻ. മനസ്സിലായോ? അയാൾ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അവിടെ ക്യാമറ വെക്കും. അയാളെ നേരിട്ട് കാണുന്നതിന് മുമ്പ് അയാളുടെ മുഖം കാണാൻ വേണ്ടി. മുഖം കാണാതെ മീറ്റ് ചെയ്യാൻ പോയാൽ അത് പിന്നെ വലിയ റിസ്ക് ആണ്. ഡു യു അണ്ടർസ്റ്റാൻഡ്? യെസ്, ഐ തിങ്ക് യു ആർ റൈറ്റ്. നമ്മൾ ആദ്യം അയാളെ കാണുന്നു, എന്നിട്ട് സേഫ് ആണെങ്കിൽ മാത്രം അയാളെ മീറ്റ് ചെയ്യുന്നു. യാ, ദാറ്റ്സ് ദ പ്ലാൻ. ഓക്കെ, ഞാൻ പ്രിയെ ഫോൺ ചെയ്ത് ഈ പ്ലാനിന്റെ കാര്യം പറയുന്നു. പിന്നെ മറ്റൊരു കാര്യം,
ഞാൻ ഫോൺ ചെയ്താൽ ഫോൺ എടുക്കണം. ഇങ്ങനെ പുറകെ നിന്ന് വന്ന് സർപ്രൈസ് തരരുത്. സർപ്രൈസ് അല്ല, ഷോക്കാണ് ഉണ്ടാവുന്നത്. പിന്നെ ഞാൻ ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തുപോകും. അതെങ്ങനെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കും നീ? ബേബി, നിന്റെ ഹൃദയം എന്റെ കൈകളിലാണ്. സോ റിലാക്സ്. ഇനി വേഗം പോയി പ്രിയെ കാണ്. ഞാൻ അപ്പോഴത്തേക്കും ക്യാമറ സെറ്റ് ചെയ്യാം. ബൈ. ചേച്ചിയെ നോക്ക്, ആന്റി അയാളെ കണ്ടു. ദേ നോക്ക്. അമ്മ എന്തു പറ്റി? അല്ല, ഒന്ന് റിവൈൻഡ് ചെയ്തേ. പ്രീച്ചി, ഇതിലെല്ലാം അൺനോൺ ഫേസസ് ആണല്ലോ. ആരെയും മനസ്സിലാവുന്ന പോലുമില്ല. എങ്ങനെ തിരിച്ചറിയാ അയാൾ ആരാണെന്ന്? പ്രീച്ചി ടെൻഷൻ എടുക്കണ്ട. ഐ എം ഷുവർ ഇവരാരും ആയിരിക്കില്ല. ഇതിൽ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ആന്റി എങ്ങനെയും റിയാക്ട് ചെയ്തേനെ. പക്ഷെ ആന്റി കണ്ടിട്ട് തനുവിന്റെ ബോയ് ഫ്രണ്ടിനെ കണ്ടതായിട്ട് പോലും തോന്നില്ല. അതെ, പക്ഷെ നോക്കൂ, തനുവിന്റെ ഫോണാ. ആ പറയൂ, എന്ത് ഡിസൈഡ് ചെയ്തു? അയാളെ എങ്ങോട്ട് വരാൻ പറയണം? ആ, അത് പറയാനാ ഞാൻ നിന്നെ വിളിച്ചത്. നീ അയാളോട് പറയണം എന്നെ വാനിറ്റി വാനിൽ വന്നിട്ട് മീറ്റ് ചെയ്യാൻ. ഞാൻ അയാളെ അവിടെ വെച്ച് കാണാം. ശരി ശരി, അയാളുടെ ഫോൺ വരുമ്പോൾ ഞാൻ അങ്ങനെ തന്നെ പറയാം. ഓക്കെ. പ്രീച്ചി, എന്ത് പറ്റി? പ്രണവ്, യു ആർ റൈറ്റ്. തനു ബ്ലാക്ക് മെയിലറെ വാനിറ്റി വാനിലേക്ക് വരാനാ പറയുന്നത്. ഇറ്റ്സ് പെർഫെക്റ്റ് പ്രീച്ചി. വാനിറ്റി വാനിലും ക്യാമറയുണ്ട്. ഇത് നോക്കിയേ, തനുവിന്റെ ബോയ് ഫ്രണ്ട് അകത്ത് കയറിക്കോട്ടെ. അവനൊന്ന് അകത്ത് കയറി കഴിഞ്ഞാൽ അവന്റെ മുഖം വ്യക്തമായിട്ട് കാണാൻ കഴിയും. പ്രീച്ചി, ചേച്ചി ആദ്യം ഒരു കാര്യം ചെയ്യാം. എല്ലാ സ്ക്രീനുകളും വളരെ നന്നായിട്ട് നോക്കണം. ബാക്കി എല്ലാ ക്യാമറയിലും ശ്രദ്ധിക്കുകയും വേണം. ഞാൻ പോയി വാനിറ്റി വാനിന്റെ ക്യാമറ നോക്കാം. കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം. പ്രണവ്, ഇത് അയാളെ തന്നെയാ. ഞാൻ പോയി നോക്കിട്ട് വരാം. ഇവര് രണ്ടുപേരും വാനിറ്റി വാനിന്റെ ഭാഗത്തേക്കാണല്ലോ പോയത്. അവിടെ പോവാൻ ഇതല്ലാതെ വേറെ വഴിയുമില്ല. പക്ഷെ ഈ തനുവിനെ കാണാനും ഇല്ലല്ലോ. ഇനി വേറെ എവിടെയെങ്കിലും പോയോ? ഇവര് രണ്ടുപേരും പുറത്ത് പോവാണല്ലോ. നിഖിൽ? ഞാൻ നിഖിലിനെയാണോ കണ്ടത്? അതെ, ഇത് നിഖില് തന്നെയാ. പക്ഷെ നിഖിൽ എങ്ങനെ? അല്ലല്ല, എനിക്ക് തോന്നിയതാണോ ഇനി? ഇതാണ് സൊനാലി, ദ ലവ് ഓഫ് മൈ ലൈഫ്. ഞാൻ ഇവളെ സ്നേഹിക്കുന്നു. ഇവളെ കല്യാണം കഴിക്കാന്ന് വാക്കും കൊടുത്തു. ഇവൾക്ക് വാക്ക് കൊടുത്ത സ്ഥിതിക്ക് ഞാൻ എങ്ങനെ ആലിയെ വിവാഹം ചെയ്യും? ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് കുഡ് ബി റൈറ്റ്. Guys, now this is what is called my fever. അബിയുടെ ഫീവർ എപ്പോഴും മേളിലോട്ട് പോകത്തേ ഉള്ളൂ, ഒരിക്കലും താഴോട്ട് വരത്തില്ല. മ്യൂസിക്കാണ് ഇതിന് കാരണം, മ്യൂസിക്കാണ് ഇതിന്റെ മരുന്നും. പക്ഷേ ഞാൻ എന്തിന് നിങ്ങൾക്ക് വേണ്ടി അടുത്ത പാട്ട് പാടണം? വൈ ഷുഡ് ഐ സിംഗ് വൺ മോർ സോങ്? ഞാൻ പാട്ട് പാടുന്നത് മ്യൂസിക് എൻ്റെ പാഷൻ ആയതുകൊണ്ടാണ്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടണമെങ്കിൽ അതിനെന്തെങ്കിലും റീസൺ വേണ്ടേ? ഗിവ് മി എ റീസൺ.
ഞാനിതുവരെ നിങ്ങളെ പാട്ടുപാടി സന്തോഷിപ്പിച്ചു. പക്ഷെ പകരം നിങ്ങൾ എനിക്ക് എന്താ തന്നെ? വാട്ട് ആർ യു ഡൺ ഫോർ മീ? നിങ്ങൾ ഇതുവരെ എനിക്ക് വേണ്ടി ചെയ്യാത്തൊരു കാര്യം ഇന്ന് എനിക്ക് വേണ്ടി ചെയ്യണം. മ്യൂസിക് എൻ്റെ ഉള്ളിലാണുള്ളത്, അതെനിക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടല്ലോ, അത് നിങ്ങൾ എൻ്റെ മുന്നിൽ പ്രൂവ് ചെയ്ത് കാണിക്കണം. എന്തുപറ്റി? കൺഫ്യൂസ്? ഞാൻ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യിക്കാനാ പോകുന്നതെന്ന് ഓർത്ത്? ഡോണ്ട് വറി, ഞാൻ നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യിക്കാൻ പോകുന്നില്ല. ആക്ച്വലി ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചെയ്യാൻ പോകുന്നൊരു കാര്യത്തിന് നിങ്ങളുടെ ഒരു ഹെൽപ്പും കൂടി എനിക്ക് വേണം. എന്തായി? തനു അവളുടെ ബോയ്ഫ്രണ്ട് വാനിറ്റി വാനി കയറിയോ? എന്താ ആരും ഒന്നും മിണ്ടാത്തെ? എന്ത് പറ്റി? എന്താ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നേ? അബി, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും അബി. ഞാൻ ഇപ്പോൾ എടുത്ത ഈ ഡിസിഷൻ കുറച്ചു പേർക്ക് ഇഷ്ടപ്പെടാം, പിന്നെ കുറച്ചു പേർക്ക് ഇഷ്ടപ്പെടാതെ ഇരിക്കും. പക്ഷെ ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും എക്സ്പെക്ടേഷൻസ് ഫുൾഫിൽ ചെയ്യാനാണ്. ഞാൻ എപ്പോഴും എൻ്റെ എക്സ്പെരിമെൻറ്റിൽ പൂർണ്ണമായും വിജയിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇന്ന് നിങ്ങളാണ് എക്സ്പെരിമെൻ്റ് വിജയിക്കേണ്ടത്. ഇന്ന് നിങ്ങൾ എടുക്കുന്ന ഒറ്റ ഡിസിഷനാണ് എൻ്റെ ജീവിതത്തിൽ എന്ത് വേണമെന്ന് തീരുമാനിക്കുന്നത്. ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഒരു പാട്ട് പാടും. ഗായ്സ്, നിങ്ങൾ കേട്ടത് സത്യമാണ്. ഇറ്റ്സ് ടൈം. അവരുടെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് പാടേണ്ട സമയം. നമ്മളെല്ലാവരും കാത്തിരുന്ന ആ നിമിഷമാണിത്. പ്രണവ്, നീ എന്തായി ചെയ്യുന്നത്? ഞാൻ തനുവിന്റെ എന്റെ കല്യാണം അനൗൺസ് ചെയ്യാൻ പോവാണെന്ന് അല്ലേ? എനിക്കറിയാം അഭി, പക്ഷെ തനു എവിടെയാടാ? അവളില്ലാതെയാണോ അനൗൺസ് ചെയ്യാൻ പോകുന്നത്? എടാ തനു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ കൈയും പിടിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അതിന്റെ ഇമ്പാക്ട് വേറെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയില്ല അഭി. കാരണം നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഇവിടെ ഒന്നും കാണാനില്ല. ആളുകൾ മൊത്തം നിന്നെ നോക്കി ചിരിക്കും, നിന്നെ സപ്പോർട്ടും ചെയ്യില്ല. അത് ശരിയാണല്ലോ, ഞാൻ ആ കാര്യം ആലോചിച്ചില്ല. നീ എന്തായാലും വന്നത് നന്നായി, അല്ലെങ്കിൽ ഞാനെല്ലാം വിളിച്ച് പറഞ്ഞേനെ. നീ ചെയ്യുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് അങ്ങ് ചെയ്യുക. നല്ലൊരു പാട്ടങ്ങ് പാട്, എല്ലാവരും ഇമ്പ്രസ് ആവുന്നേ. ഞാൻ പോയി തനുവിനെ നോക്കിയിട്ട് വരാം. ബൈ ദ വേ, നീ അനൗൺസ് ചെയ്യുന്ന കാര്യം അവൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. പിന്നെ എങ്ങോട്ടാണ് അവൾ പോയത്? അവളോട് ഞാൻ പറഞ്ഞതാണല്ലോ. അവളിങ്ങ് വരട്ടെ, ഞാൻ ചോദിച്ചോളാം. എടാ, സോറി ടു സേ അബി, പക്ഷെ ഇത് അത്ര നല്ലതല്ല. എല്ലാം അറിഞ്ഞിട്ട് അവൾ വരാത്തത് തെറ്റ് തന്നെയല്ലേ അബി? അവൾ എങ്ങോട്ടേ പോയിരിക്കുന്നത്? അവൾക്ക് എന്താ പറ്റിയത്? അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. നീ ആദ്യം പോയി അവളെ വിളിച്ചോണ്ട് വാ. ആ ശരി, ഞാൻ വിളിച്ചിട്ട് വരാം. അതുവരെ നീ പാട്ട് പാട്. വെൽ ഗൈസ്, ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ടുകൂടി പാടാൻ പോവുകയാണ്. നിങ്ങളുടെ ഈ കൈയടി കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ എനിക്ക് എന്തുമാത്രം സപ്പോർട്ടാണ് നൽകുന്നതെന്ന്. സോ ആർ യു ഗൈസ് റെഡി? ഹിറ്റ് ഇറ്റ്. കാണേ കാണേ കൺമൂടുന്നിതാ, കേൾക്കേ കേൾക്കേ കാതടയും രോദനമെങ്ങോ, ദൂരെ ദൂരെ എന്നേകാന്തമായി ഗാനം പോലെ കതിരണിയും കനകനിലാവ്, ഒരു സാന്ത്വനം മൃദു സാന്ത്വനം. ഇന്നെവിടെയാ മൊഴികൾ, ഇനി എവിടെയാ